ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഞാനും അർജുനും കൂടെ അൽസാഹിയ സിറ്റി സെന്ററിൽ വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും ഫേവറേറ്റ് സ്പോട്ടാണിത്. പക്ഷെ അങ്ങനെ ഇപ്പം കുറച്ച് കാലം ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഞങ്ങൾ എപ്പോഴും പറയുമോ ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ടാണ്. അപ്പോൾ അവിടത്തേക്ക് വന്നതാണ്. ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ചുറ്റിക്കറങ്ങണം, അതാണ് ഇന്നത്തെ പ്ലാൻ. എനിക്ക് ഇന്നത്തെ എൻ്റെ മേക്കപ്പും എൻ്റെ ഔട്ട്ഫിറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം ആദ്യം പതിവ് പോലെ അൽസാഹിയ H&Mലേതാണ് ഞങ്ങൾ രണ്ടുപേരും എത്തിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ഹൂപ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ? ഞാൻ ഒരു ഇയറിങ്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാണ്. പെട്ടെന്ന് വന്നിട്ട് അർജു നമുക്ക് ഡൈസൺ അതിലൂടെ നടക്കുക. H&Mന്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പോപ്പപ്പ് പോലെ ഉള്ളതാണ് ഇവിടെ, കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അർജു പറഞ്ഞു നമുക്ക് ഡൈസൺ വാങ്ങിക്കാം. ഞാനപ്പോൾ ഒരു നിമിഷം ഞാൻ സ്റ്റക്കായി. ഡൈസൺ എങ്ങനെ യൂസ് ആക്കണമെന്നല്ല പഠിക്കുകയാണ് ഗൈസ്. This is on the drying, the first thing you're using after you take shower. After that, that's the last one. If you want smoothing the baby hair, so on the machine, keep the hair near. ഞാനാകെ ടെൻസ്ഡ് ആയിപ്പോയി. എനിക്ക് കിളി പോയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് പഠിക്കേണ്ട ഒന്നും നോക്കിയിട്ടില്ല. അവർ പറഞ്ഞപ്പം ആകെ കിളി പോയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണിത് പഠിച്ചത്. അവർ എന്നെക്കാളും അവരാണ് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള ഒരു എനിക്ക് എൻ്റെ അവസ്ഥ വേറെതാണ്. ഞാൻ അത്രയും ആഗ്രഹിച്ച് എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായ ഒരു സംഭവം ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ വർഷത്തെ വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കിയാലോ അതിൽ ഞാനിത് വെച്ചിരുന്നു. ലിസ്റ്റിൽ ഞാൻ ആക്ച്വലി ഇതിൻ്റെ പിക്ചർ ഞാനതിവിടെ കൊടുക്കാം കേട്ടോ, വീഡിയോയിൽ കൊടുക്കാം. അത് ഞാൻ ആക്ച്വലി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനറിയാം എനിക്കത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഡൈസൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ജൂന് ഇഷ്ടമായത് ഈ ഒരു ബ്ലൂ കളറാണ്. എനിക്ക് ബ്ലാക്കും ഗോൾഡൻ കളർ വരുന്ന എനിക്കിഷ്ടമാണ്. ബട്ട് ഇതത്ര ഒരു സ്റ്റാൻഡേർഡ് കളറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഗോൾഡൻ അങ്ങ് ബ്ലെൻഡ് ആവുന്നില്ല ഇതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിങ്ക് എടുത്തത്. എൻ്റെ ഡൈസൺ, മൈ ഫസ്റ്റ് ഡൈസൺ. എനിക്ക് ആകെ എന്തൊക്കെയോ ആകുന്നുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല. എനിക്ക് മനസ്സ് വരികയാണ് സത്യം പറഞ്ഞാൽ. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനത്തിനോട് എനിക്കങ്ങനെ വാങ്ങിക്കുന്നത് അത്ര ഇഷ്ടമല്ല. വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ ഞാൻ അങ്ങനെ. പിന്നെ എന്തിനായിരുന്നു നീ മറ്റേ ബോർഡിലിട്ടത്? താങ്ക് യു സോ മച്ച്. കാണുന്നില്ല, ചിത്രം കാണുന്നില്ല. ഇല്ല ഗൈസ്, സർപ്രൈസ് ഉണ്ട്. ഇല്ല അത് നാച്ചുറലായിട്ട് തന്നെ മതി. നാച്ചുറലായിട്ട് നടന്നില്ലേ? അർജു പറയാ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ പറഞ്ഞു വേണ്ട, അതെങ്ങനെയാണോ നാച്ചുറലായിട്ട് അത്ര തന്നെ മതി. ആക്ച്വലി എന്തായാലും നീ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആയി പോകുമായിരുന്നു. ഞാൻ ബ്ലൂ ആയിരുന്നു വാങ്ങും. എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടു. എനിക്കിതാ പിങ്ക് ഇഷ്ടപ്പെട്ട്. ബ്ലൂ ആദ്യം ഉള്ള കളറാ. ഞാൻ 2 ദിവസം മുന്നേ ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു. അൽസഹിയയിൽ വരണം, എന്നിട്ട് ഇത് വാങ്ങണം, എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണം. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണല്ലോ നല്ലത്. അപ്പോൾ താങ്കൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് അത്രയും ആഗ്രഹമുള്ള ഞാൻ
വിഷൻ ബോർഡിലടക്കം വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് കിട്ടിയ ഒരു പോയിന്റില്ലേ, ഞാനിത് നോർമലൈസ് ചെയ്യാണ്. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്ന് ഇങ്ങനെയുള്ള പലരും ഉണ്ടാവും. നമ്മൾ അത്രയും ആഗ്രഹിച്ച് ഭയങ്കര, പക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക്. ഞാൻ ഇങ്ങനെ അർജുനോട് പറയും, അർജുൻ എനിക്ക് ഒരു ഫീലും തോന്നുന്നില്ല, എനിക്ക് പിന്നെ അത്രയും അവനറിയാം അത്രയും എനിക്കിഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞാൻ എപ്പോഴും ഇത് വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിക്കും. അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നിട്ട് അപ്പം ഇങ്ങനെ കിട്ടിയിട്ട് എനിക്കത് ഒരിത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എനിക്കിതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ കാണിച്ചു തന്നപ്പോൾ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. ഞാൻ വേറൊരു ഫീലിലായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് അർജു നമുക്ക് ഡൈസൺ അതിലൂടെ നടക്കുക. H&Mൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പോപ്പപ്പ് പോലെ ഉള്ളതാണ്, ഇവിടെ കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അർജു പറഞ്ഞു നമുക്ക് ഡൈസൺ വാങ്ങിക്കാം. ഞാനപ്പോൾ ഒരു നിമിഷം ഞാൻ സ്റ്റക്കായി. എനിക്കറിയാം അവനിങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ. സത്യം പറഞ്ഞാൽ എനിക്കറിയാം. എന്നാലും എന്തോ ഒരു ഇത്. എന്താണ് സ്പെഷ്യൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇല്ലേ? എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ് May 15th. അതുകൊണ്ടാണ് ഈ ഒരു സംഭവമൊക്കെ. ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. അർജുൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. അവന് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൊടുത്ത് ദുബായിൽ എക്സൈസിൽ പോകണം. അതും കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു.